ലോകകപ്പിൽ 64 ടീമുകളെ ഉൾപ്പെടുത്തുമെന്ന ഫിഫ പ്രസിഡന്റിന്റെ നിലപാട് ചർച്ചയാവുകയാണ്. ഇന്ത്യ അടക്കമുള്ള ഇതുവരെ ലോകകപ്പിൽ പന്ത് തട്ടാത്ത രാജ്യങ്ങൾക്കും പുതിയ നീക്കം വഴിയാകും. ടീമുകളിൽ നിന്ന് നേരെ 64ലേക്ക്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വികസനത്തിന് വാതിൽ തുറക്കുകയാണ് ഫിഫ. അടുത്ത ലോകകപ്പിൽ അല്ലെങ്കിലും വരും പതിപ്പുകളിൽ 64 ടീമുകൾ എന്ന ആശയം ഗൗരവമായി പരിഗണിക്കുമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ വ്യക്തമാക്കി. ലോകകപ്പ് ഇനി യൂറോപ്പിന്റെയും ലാറ്റിൻ അമേരിക്കയുടെയും മാത്രം ആഘോഷമാകരുത്. ഏഷ്യയും ആഫ്രിക്കയും കോൺകാഫും ഓഷ്യാനിയയും ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഫുട്ബോളിന്റെ സ്വപ്നം എത്തിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഇൻഫാന്റിനോയുടെ നിലപാട്. ഈ ലോകകപ്പിൽ ആദ്യമായാണ് 48 ടീമുകൾ കളത്തിലിറങ്ങിയത്. മത്സരങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. പുതിയ രാജ്യങ്ങൾക്കും ലോകവേദിയിൽ അവസരം ലഭിച്ചു. ഇതോടെ ആരാധകരുടെ പങ്കാളിത്തവും ആഗോള വരുമാനവും റെക്കോർഡ് ഉയരത്തിലെത്തി. ഈ വിജയമാണ് ഫിഫയെ അടുത്ത വലിയ ചുവടുവയ്പ്പിലേക്ക് നയിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. 64 ടീമുകൾ യാഥാർത്ഥ്യമായാൽ ലോക ഫുട്ബോളിന്റെ ഭൂപടം തന്നെ മാറും. ഇതുവരെ ലോകകപ്പിന്റെ സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന നിരവധി രാജ്യങ്ങൾക്ക് ചരിത്രത്തിന്റെ വാതിൽ തുറക്കും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വെനസ്വേല, തായ്ലൻഡ്, വിയറ്റ്നാം, കെനിയ, സിറിയ തുടങ്ങി ലോകകപ്പ് വേദിയിലെത്താൻ വർഷങ്ങളായി കാത്തിരിക്കുന്ന രാജ്യങ്ങൾക്കും പുതിയ പ്രതീക്ഷയാകും ഈ മാറ്റം. എന്നാൽ മറുവശത്ത് ആശങ്കകളും കുറവല്ല. മത്സരങ്ങളുടെ എണ്ണം വീണ്ടും കുത്തനെ ഉയരുമോ? ടൂർണമെന്റിന്റെ ദൈർഘ്യം വർദ്ധിക്കുമോ? അതോ നോക്കൌട്ട് മാത്രമാകുന്ന തരത്തിലായിരിക്കുമോ ലോകകപ്പ്? പലവിധ ചോദ്യങ്ങളാണ് ഉയരുന്നത്. താരങ്ങളുടെ ജോലിഭാരവും ക്ലബ് ഫുട്ബോളിന്റെ കലണ്ടറും കൂടുതൽ സമ്മർദ്ദത്തിലാകുമെന്ന് ഉറപ്പാണ്. നിലവാരത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഫിഫയുടെ കാഴ്ചപ്പാട് വ്യക്തമാണ്. ലോകകപ്പ് കൂടുതൽ രാജ്യങ്ങളുടെയും കൂടുതൽ ആരാധകരുടെയും ആഘോഷമാകണം. 64 ടീമുകളുടെ ലോകകപ്പ് ഇപ്പോൾ വെറും ചർച്ച മാത്രമാണെങ്കിലും ഫുട്ബോളിന്റെ അടുത്ത വലിയ വിപ്ലവം ഇതാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമറിയാൻ ഇനി ലോകം കാത്തിരിക്കുകയാണ്. വെൽക്കം ഡെസ്ക് ന്യൂസ് മലയാളം.